ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ ഞാനിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവം വെച്ചിട്ട് കൊതിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിലേക്കും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ കമ്പിളി നാരങ്ങ, അതേപോലെ തന്നെ ബംബ്ലീസ് നാരങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിനായിട്ട് ഇതിനെ ബംബ്ലീസ് നാരങ്ങ എന്നാട്ടോ പറയാറ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പറമ്പിലാണ്. അപ്പോൾ പറമ്പിൽ നിൽക്കാൻ കാരണം വേറെ ഇപ്പോൾ ഇതാ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഈ ഒരു കമ്പിളി നാരങ്ങ അഥവാ നമ്മുടെ ബംബ്ലീസ് നാരങ്ങ പൊട്ടിച്ചിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഇത് നല്ല രീതി തന്നെ മൂത്ത് വിളഞ്ഞതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. എനിക്ക് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തോല് നമ്മളിങ്ങനെ കൈവച്ച് തന്നെ പൊട്ടിക്കുന്ന ടൈം നല്ല രീതിയിൽ ആ ഒരു പുറത്ത് നല്ല രീതിയിൽ നീരുണ്ടാവും. കാരണം നമ്മൾ വാടാത്ത നല്ല അടിപൊളിയായിട്ടുള്ളവരെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നീരും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചിരുന്നൊരു കിടിലൻ ഐറ്റം ആയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ബംബ്ലീസ് നാരങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ. കാരണം എല്ലാവരും വയൽ കപ്പൽ ഓടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോകുന്നതിന് മുന്നായിട്ടേ ഈ ഒരു നമ്മുടെ ബംബ്ലീസ് നാരങ്ങയുടെ പുറന്തോടുണ്ട്. നല്ല കട്ടിയുള്ള പുറത്തോട് തന്നെയാണല്ലോ ഈ ഒരു സംഭവത്തിലുള്ളത്. അപ്പോൾ നോക്കി കയ്യിലെടുക്കുമ്പോൾ നല്ല തണുപ്പാട്ടോ. പൊതുവേ നമുക്കിവിടെ ഇപ്പോൾ നല്ല തണുപ്പും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് എന്ത് പറിച്ചാലും നല്ല ഐസ് കട്ട പോലെ അടുപ്പത് നമുക്ക് തൊടുമ്പോഴത്തേക്ക് നല്ലൊരു കൂളിംഗ് ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു പുറന്തോട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കളയാട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും ഈ ഒരു ബംബ്ലീസ് നാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് മുറിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ എപ്പോഴും. കാരണം കത്തി തട്ടിക്കഴിഞ്ഞാൽ അതിന് കയ്പ്പ് വരുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താ അല്ല എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളെന്തായാലും അങ്ങനെ കത്തി വെച്ച് എടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ. അതായത് ആ ഒരു പുറന്തോടെ ഒന്ന് പോയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിതാ പോയല്ലോ. ജസ്റ്റ് നമുക്കിത് വെച്ചിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പറിച്ചെടുക്കാം. നീര് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പുറന്തോട് ഇത്രയും നല്ല കട്ടിയുള്ളൊരു സംഭവം കൊണ്ടാണെങ്കിൽ ഉള്ളിൽ പഞ്ഞിക്കെട്ട് പോലെ വൈറ്റ് കളർ വേറെ ഉണ്ട് കേട്ടോ. നല്ല മണം കേട്ടോ പൊളിക്കുമ്പോഴത്തേക്കിന് എന്തൊരു സ്മെല്ലല്ലേ. എന്തായാലും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് അച്ചാറിടാനും അതേപോലെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാനും ജ്യൂസ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി ഉള്ള സംഭവമാണ് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. പറമ്പിലായതുകൊണ്ട് നമുക്കിത് ഇവിടെ തന്നെ ഇടാട്ടോ തോല്. കാരണം എന്തായാലും 2 ബംബ്ലീസ് നാരങ്ങയൊക്കെ ഒരുമിച്ച് പറിച്ച് ഇതേപോലെ നമ്മൾ തോല് കളയണമെങ്കിൽ അത്യാവശ്യം തോല് തന്നെ ഉണ്ടാവും ഇതിന് കളയാനായിട്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ തോല് ഫുള്ളായിട്ടൊന്ന് കളയട്ടെ. എനിക്ക് തോല് കളയും തോറും നല്ല വെള്ള സുന്ദരക്കുട്ടപ്പനായിട്ട് ഉള്ളിൽ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബംബ്ലീസ് നാരങ്ങ. പുറത്ത് നല്ല പച്ച കളറിലാണെങ്കിൽ ഉള്ളിൽ നല്ല വൈറ്റ് കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സംഭവം കൂടി കളഞ്ഞാലാണ് നമ്മുടെ ഐറ്റം ഉള്ളിൽ നല്ല എന്താ പറയുക നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാട്ടോ ഉള്ളിലിരിക്കുന്നത്. എന്തായാലും അതുകൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് കളഞ്ഞ് സെറ്റാക്കി എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് എന്താണ് ഐറ്റം നോക്കൊന്ന് കാണാം. ഏതാ ഞാൻ നമ്മുടെ പറിച്ചെടുത്തിട്ടുള്ള ബംബ്ലീസ് നാരങ്ങയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലുള്ള ഒരു പഞ്ഞിക്കെട്ട് പോലത്തെ തോലുണ്ടല്ലോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് നമുക്ക് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് അല്ലിയിൽ നിന്നൊന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് പകുതി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കാം കേട്ടോ. ഒരുപാട് സീഡുകളാട്ടോ ഇതിൽ. ഒത്തിരി സീഡുണ്ട്, നല്ല വലിയ സീഡുകളാട്ടോ. നമുക്ക് ഈ അല്ലിയിൽ നിന്ന് ആ ഒരു കഴിക്കാൻ പാകത്തിലുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു സാധനം ഇത് മാത്രമായിട്ട് നമുക്കൊന്ന് വേർതിരിക്കാം. നല്ല വെള്ളമുണ്ട് കേട്ടോ. അത് കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ മൂത്ത് പഴുത്തുകൊണ്ട് ചെറിയൊരു മധുരം അതുപോലെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നോക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ ഐറ്റം ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഫുള്ളായിട്ട് ഒരു അല്ലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കട്ടെ. ഒരുപാട് സീഡുണ്ട് കേട്ടോ. നോക്കി വരിക്ക് നോക്കി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ള സീഡുകൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഈ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ റോസും ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തായാലും ഇതായിട്ടുള്ളത്. മരം നിറച്ചിങ്ങനെ തൂങ്ങി ഒരുപാടുണ്ട് കേട്ടോ. മൂത്തതും അതുപോലെ തന്നെ ചെറുതും വലുതുമൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അല്ലി വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഉള്ളിലായാലും നമ്മൾ പുറന്തോടെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി തണുപ്പായിട്ട് ഉള്ളിലേക്ക് നല്ലൊരു വാട്ടർ കണ്ടൻറ്റ് കൂടിയാണല്ലോ ഉള്ളിൽ. ഇനി അതായത് ഫുള്ളായിട്ടൊന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു കഴിക്കാൻ പാകത്തിനുള്ള ഈ ഒരു ജെല്ലുകളുണ്ടല്ലോ, അതായത് ഈ ഒരു പോർഷൻ അത് മാത്രമായിട്ടൊന്ന് വേർതിരിച്ച് സെറ്റാക്കി എടുക്കട്ടെ. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ ഉണ്ടാവട്ടെ. നോക്കി സീഡുകൾ ഇങ്ങനെ വരിക്ക് നല്ല വലുപ്പമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സീഡ് നമുക്ക് ഗ്രോ ബാഗിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മണ്ണിലൊക്കെ ആയിട്ട് നട്ടു കൊടുത്താലും നമുക്ക് അതിൽ നിന്ന് പുതിയൊരു തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നാലും നമ്മുടെ ബംബ്ലീസിൻ്റെ ചുറ്റും കുറച്ച് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം ഉണ്ടാവും. കാരണം ഇതിനങ്ങനെ സീസണോ കാര്യങ്ങളോ എനി ടൈം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ആയാലും
ഒരുപാട് കായ് ഇങ്ങനെ മൂത്ത് വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കി ഇത്രയും നല്ല പഞ്ഞിക്കെട്ട് പോലെ ആഭരണങ്ങൾക്കുള്ളിലായതുകൊണ്ടായിരിക്കണം നല്ല തണുപ്പ് ഉണ്ടോ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ. നമ്മൾ നന്നായിട്ട് മടുത്തിരിക്കുന്നു നല്ല വെയിലൊക്കെ ഉള്ളൊരു ടൈമിൽ നമ്മൾ ഈ ഒരു ബംബ്ലീസ് നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അല്ലികൾ എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിഫ്രഷിങ് നല്ലൊരു എനർജി ഡ്രിങ്ക് എന്ന് തന്നെ പറയട്ടെ. അത്രയും നല്ല ഒരു അടിപൊളി സംഭവമാണ്. അങ്ങനെ ഞാനിവിടെ ആ ഒരു തോലൊക്കെ കളഞ്ഞിട്ട് ഒരു അല്ലി മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ സീഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് അല്ലി മാത്രമായിട്ട് അവിടെ എടുത്തുള്ളൂ. അപ്പോൾ 2 എണ്ണം ഞാനിപ്പോൾ എടുത്തുള്ളത്. ഒരു കമ്പിളി നാരങ്ങ എടുത്തിട്ട് തന്നെ 2 നീളത്തിലുള്ള അല്ലി ഉണ്ടല്ലോ, അപ്പോൾ അത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നോക്കി ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പിളി നാരങ്ങ, അതായത് നമ്മുടെ ബംബ്ലീസ് നാരങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും കേട്ടോ, കാരണം അത്യാവശ്യം നല്ല സൈസുള്ള നാരങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ നല്ല പച്ച നല്ല വെളിച്ചെണ്ണ ഉണ്ടാകുമല്ലോ, ആ ഒരു വെളിച്ചെണ്ണ ആട്ടോ വേണ്ടത്. ഇപ്പം തന്നെ കുറച്ച് പേർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒട്ടും വൈകിക്കണ്ട. അങ്ങനെ ഞാൻ അടുത്ത ഐറ്റം കൂടി എടുത്തിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഒരുപാട് എരിവുള്ള മുളക് പൊടി അല്ല കേട്ടോ ഇപ്പോൾ എടുത്തുള്ളത്. മുളക് പൊടി ഒന്ന് നൈസായിട്ടൊന്ന് വെതറി കൊടുക്കുക. അതേപോലെ തന്നെ ഇതാ കുറച്ച് ഉപ്പ് പൊടിപ്പാട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്താട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ വെളിച്ചെണ്ണ അതാണ് ഇതിൻ്റെ മേലേക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു നോസ്റ്റ് ഫീലാണേ. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണേ. വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും കൂടി മൊത്തത്തിലൊരു അടിപൊളിയായിട്ട് അവിടെ നിന്ന് വരുന്നത് തന്നെ. മുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുളകിൻ്റെ എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് ഇട്ടുള്ളൂ. കാരണം ഇതിനൊരു ഉപ്പും പുളിയും എല്ലാം പാടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റൊരു ടേസ്റ്റ് വരിക. ഇതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ടേ. ഫൈനൽ മിക്സിങ്ങിന് ശേഷം നമ്മുടെ ഐറ്റ് ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതാ കൈ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ, ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ല രീതിയിൽ തന്നെ കപ്പൽ കൊടുക്കുന്ന ടൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റൊക്കെ. അപ്പോൾ നമ്മൾ ഈ മാങ്ങയൊക്കെ തുണിയിലൊക്കെ കിട്ടിയിട്ട് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ഈ ഒരു മിക്സൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കഴിക്കില്ല. അപ്പോൾ ആ ഒരു കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. കാരണം നമ്മുടെ ഒരു ബംബ്ലീസ് നാരങ്ങയുടെ ടേസ്റ്റ് മൊത്തത്തിൽ എന്താ പറയുക, ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിച്ചാൽ നമുക്ക് ഇനിയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് എരിവ് അധികം ഒന്നും അറിയുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപ്പും അതേപോലെ തന്നെ ഒരു പുളിയും എന്താ പറയുക, നമുക്ക് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. കാരണം ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം. അത്രയും നല്ല അടിപൊളി ഐറ്റം തന്നെ. ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലായിട്ട് എടുത്തുകൊണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആയാലും ഒരു സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ ബംബ്ലീസ് നാരങ്ങ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പലരും അച്ചാറിടാറുണ്ട്, അതേപോലെ തന്നെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാറ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. കാരണം അത്രയും കിട്ടിക്കാച്ചി ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വീട്ടിലും ബംബ്ലീസ് നാരങ്ങ കിട്ടുവാണെങ്കിൽ ഒരു വട്ടം ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും അതിൻ്റെ ബാക്കി ഇനി ഫിനിഷ് ചെയ്യാതെ ഇരിക്കാൻ പറ്റാട്ടോ. കാരണം വായിൽ കപ്പിലൊടിക്കാനുള്ള വെള്ളം എടുത്തോണം. മാത്രമല്ല അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് വാലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയും നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം തന്നെ അത് ഫുൾ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ട സപ്പോർട്ടോടെ കൂടാനും കൂടി മറക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് പോയിട്ട് കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.